പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 24-ാം തീയതി പിറവിയുടെ തലേനാളാണ്. ഇന്നത്തെ വായനയ്ക്കായി നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന യോഹന്നാനിൽ സുവിശേഷം 1-ാമത്തെ അധ്യായം 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതിൽ ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. 12-ാമത്തെ വാക്യം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. സ്നേഹമുള്ളവരെ, ക്രിസ്മസിൻ്റെ അർത്ഥം ഇതാണ്. നാളെ നമ്മൾ പിറവിത്തിരുന്നാൾ ആഘോഷിക്കും. അതിനുള്ള ഒരുക്കമാണിത്. ദൈവം കഴിവ് നൽകുകയാണ്. എന്തിന്? ദൈവത്തിന് മക്കളാകാൻ. ഇപ്പോൾ മനുഷ്യ മക്കളായ നമ്മൾ ദൈവത്തിന് മക്കളാകാനായിട്ട് അതിന് കഴിവ് നൽകാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായി അവതരിക്കുന്നത്. അപ്പം നമുക്ക് കഴിവ് നൽകുന്നുണ്ട്. അപ്പോൾ ആ കഴിവ് എങ്ങനെ പ്രയോജനപ്പെടുത്തണം? വിശ്വസിക്കണം. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. അവനിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുക. അപ്പോൾ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന്, ദൈവത്തിൻ്റെ വചനമാണെന്ന്, നമ്മുടെ രക്ഷകനാണെന്ന് നമ്മൾ ഹൃദയം കൊണ്ട് ഏറ്റുപറയുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. അവൻ്റെ കൽപ്പന നമ്മൾ സ്വന്തം ജീവിതത്തിന് വഴികാട്ടിയാകുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ദൈവം നമ്മുടെ പിതാവാണ്, നമ്മൾ സഹോദരങ്ങളാണ്. യേശു നമ്മുടെ സഹോദരനാണ്, രക്ഷകനാണ്. ആ വിശ്വാസം നമുക്കുണ്ടാകണം. ആ വിശ്വാസം അനുസരിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുക. അവിടുത്തെ കരങ്ങളിൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് യേശു പറഞ്ഞതുപോലെ മരണത്തിൻ്റെ അവസരത്തിൽ മാത്രമല്ല, ജീവിതകാലം മുഴുവനും. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ നമ്മളും ദൈവമക്കളാകും. ദൈവം നമ്മളെ നയിക്കും. ആ പുതിയ ജീവൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതായിരിക്കട്ടെ ക്രിസ്മസ്. നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും എപ്പോഴും ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ ജീവിതം കർത്താവിൻ നമുക്ക് വഴികാട്ടിയാകട്ടെ. രക്ഷകനായിരിക്കട്ടെ. യേശു നമ്മൾ പഠിപ്പിച്ചതുപോലെ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. ആ ദൈവമക്കളാകാനുള്ള കഴിവ് നമ്മൾ സ്വീകരിക്കുക. അത് പ്രാവർത്തികമാക്കുക. വിശ്വാസത്തിലൂടെ പ്രവർത്തിക്കുക. നിൻ വഴിയേ